ഞാൻ പറയുമ്പോ ഇങ്ങനെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഗംഗയും ഞാനും കാർത്തിക കൂടി ഇല്ലായിരുന്നു ദുബായിൽ പോയി. ഹായ് ഗായ്സ്, ഇന്ന് നമ്മള് ഇന്നല്ല 2-3 ദിവസമായി നമ്മളിപ്പോ ട്രിവാൻഡ്രത്താണ്. എന്താണ് ഞാൻ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ 2-3 ദിവസമായിട്ട് ഇവിടെ അനന്തുവിന്റെ അടുത്ത് ഞാൻ ഉണ്ട് കേട്ടോ. കാരണം വരുന്നല്ല, കുറച്ച് ദിവസമായിട്ട് അനന്തു സ്കെഡ്യൂളൊന്നും ഇല്ലാണ്ട് വീട്ടിലേക്ക് കുത്തിരിക്കണായിരുന്നു. അത് കഴിഞ്ഞ് അനന്തു പോന്നപ്പോ എനിക്ക് ഭയങ്കര മിസ്സിങ്. ഞാനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. അപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ എനിക്കിവിടെ ലക്ഷ്മി ചേച്ചിനെ കാണാനുണ്ടായിരുന്നു, എന്റെ ഡയറ്റീഷ്യൻ ലക്ഷ്മി ചേച്ചിനെ കാണാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മള് ഗംഗയ്ക്ക് കല്യാണത്തിന്റെ സമയത്ത് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഓർഡർ ചെയ്ത ഗിഫ്റ്റ് വരാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. എന്തൊക്കെയോ ഷിപ്പിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് ലേറ്റ് ആയി സാധനം വരാനായിട്ട്. അപ്പോ അതും എന്തായാലും ഇന്ന് കൊടുക്കാം. പിന്നെ നാളെ അവളുടെ ബർത്ത്ഡേ, അപ്പൊ അതുകൊണ്ട് രണ്ടുണ്ട് കാര്യം. അതെ, അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി ആയിട്ട് ഈ സമയം ആപ്റ്റാണെന്ന് തോന്നിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് ലുലു മോളിലേക്ക് പോവാ. അപ്പും ഗംഗയും കൂടി അവിടെ വരും അല്ലെ. നമുക്ക് അവരെ കാണാം, ഗിഫ്റ്റ് കൊടുക്കാം, സർപ്രൈസ് ആവോന്നൊക്കെ നോക്കാം. കാരണം ഒരു കാര്യമുണ്ട്, ഞാനത് പിന്നെ പറയാട്ടോ. ഇതാട്ടോ നമ്മള് ഗംഗയ്ക്ക് മേടിച്ച ഗിഫ്റ്റ്. ഇതെന്താ സാധനം എന്നുള്ളതെന്നൊക്കെ ഞാൻ പറയാം. ഇതൊന്ന് റാപ്പ് ചെയ്യട്ടെ. ഇത് കണ്ടോ, ഈ ഒരു ഹാൻഡ് ബാഗ് ആണ്. ഇതില്ലേ മൈക്കിൾ കോസിന്റെ ഹാൻഡ് ബാഗ് ആട്ടോ. കാരണം ഗംഗയും ഞാനും കാർത്തിക കൂടി ഇല്ലായിരുന്നു ദുബായിൽ പോയി. ദുബായി പോയ സമയത്ത് ഇവളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്കൊരു മൈക്കിൾ കോസിന്റെ ബാഗ് വേണം എന്നുള്ളത്. അന്ന് റേറ്റ് ഭയങ്കര കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഒന്നും മേടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ എനിക്കറിയാം ഗംഗയ്ക്ക് ഈ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ, അവക്കെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ഗിഫ്റ്റ് വേറെ ഇല്ല, ഒരു മൈക്കിൾ കോസിന്റെ ഒരു സ്ലിംഗ് ബാഗ് കേട്ടോ. ഇത് ഭയങ്കര മറ്റേ ഹെവി ടോട്ട് ബാഗോ വലിയ സ്ലിംഗ് ബാഗോ അല്ല, ഒരു മിനി സ്ലിംഗ് ബാഗ് ആട്ടോ. അപ്പൊ ഇതാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കണം. അവള് സർപ്രൈസ് ആവുമായിരിക്കും അല്ലെ. കാരണം എന്താണോ, അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം എനിക്കറിയാം, മൈക്കിൾ കോസ് എന്നുള്ള ബ്രാൻഡിൽ നിന്നുള്ള ഒരു സാധനം. അപ്പൊ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഞാൻ അജിയോലക്സിന്ന് കേട്ടോ മേടിച്ചത്. പക്ഷെ ഇത് ഭയങ്കര നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോ ഇതിന്റെ കളറും അതുപോലെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ആപ്റ്റ് ഗിഫ്റ്റ് എന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഗിഫ്റ്റ് ഒന്ന് ഞാൻ റാപ്പ് ചെയ്യണം. ഞാൻ റാപ്പ് ചെയ്യാണ്ടാട്ടോ കൊണ്ടുവന്നത്. അപ്പൊ ഇതൊന്ന് റാപ്പ് ചെയ്യണം, കാരണം ഗിഫ്റ്റ് അല്ലേ, റാപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ കൊടുക്കണമല്ലോ. ഇതുകൊണ്ട് അപ്പൊ നമുക്ക് റാപ്പ് ചെയ്യാം. റാപ്പ് ചെയ്തിട്ട് വരാം അല്ലെ. നമ്മളിതേ ഗംഗക്കുള്ള സംഭവങ്ങളൊക്കെ റാപ്പ് ചെയ്തെടുത്തു കേട്ടോ, ഗിഫ്റ്റ്. ഞാൻ അവിടെ ഷോപ്പിൽ ചെന്നപ്പോ ഇല്ലേ, സാധാരണ എനിക്ക് അറിയില്ല കേട്ടോ ഇങ്ങനെ ഗിഫ്റ്റ് ഷോപ്പിൽ ചെന്നവര് റാപ്പിങ്ങിന് മാത്രം വേണ്ടിയിട്ട് ചെയ്തു തരുമോ എന്നുള്ളത്. ഞാൻ ചെന്നപ്പോ തന്നെ ശരണ്യല്ലേ ചേച്ചിമാര് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു, അറിയാറുന്നുണ്ട്. അതെ, പക്ഷെ നിങ്ങള് അടിപൊളിയാണ് പിള്ളേരെ. കാരണം നിങ്ങളൊക്കെ എവിടെ ഉണ്ടെങ്കിലും എനിക്ക് എന്തോരോ സ്ഥലത്ത് ഇതുപോലെ ഓരോ സഹായങ്ങൾ കിട്ടിയേക്കണെന്ന് അറിയാമോ. അപ്പൊ ഇതേ നമ്മള് റാപ്പ് ചെയ്തെടുത്തു നല്ല ഭംഗിയില്. ഇനിയിപ്പൊ ഇല്ലേ, നമുക്ക് അപ്പൂനുള്ള ഗിഫ്റ്റും കൂടി മേടിക്കണം കേട്ടോ. അപ്പൂന് എന്തെങ്കിലും കൂടി മേടിക്കണം, എന്തെങ്കിലും വാച്ചോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ലുലുവിലേക്ക് പോയിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കൂടി സെറ്റ് ചെയ്യാം. കാരണം 2 പേർക്കുമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാം. നാളെ അവളുടെ ബർത്ത്ഡേയും കൂടിയാണ് ഗംഗയുടെ. നമ്മള് ഏകദേശം ഇപ്പൊ ലുലു എത്താനായിട്ടോ. ഗംഗനെ വിളിച്ചിട്ട് കിട്ടണില്ല അല്ലേ. അവള് നൂരയും പതയും നീ, ഇതൊക്കെയാണ് അവളുടെ റിംഗ് ടോൺ. അതെ, അപ്പൊ ഞങ്ങള് വർഷങ്ങളായി അവളുടെ ഇതത് തന്നെയാ. കോളർ ട്യൂൺ അല്ലേ, റിംഗ് ടോൺ അല്ല, കോളർ ട്യൂൺ. അതെ, നീ ആ പാട്ടാണ് അവളുടെ കോളർ ട്യൂൺ. നുരയും പതയും. നമ്മളുടെ റോഡും കൊച്ചിയും ഇതുപോലെ ആവട്ടെ ഏകദേശം. ഇതിനേക്കാളും കുറച്ചും കൂടി വീതി ഉണ്ടാവും നമ്മുടെ റോഡിനവിടെ. 6 വരി പാതി, ഇത് 4 വരി അല്ലേ. അതെ, നമ്മുടെയും സെറ്റ് ആയിക്കൊണ്ടിരിക്കണു ഇവിടെ. നമ്മളങ്ങനെ ലുലുവിൽ എത്തിട്ടോ. അതുപോലെ ഗംഗയും അപ്പു അവര് വന്നിട്ടില്ല, അവര് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിന് മുന്നായിട്ട് നമുക്ക് അപ്പുവിന് ഗിഫ്റ്റ് മേടിക്കാം എന്തെങ്കിലും. എനിക്കിത് വലിയ ഐഡിയ ഉള്ള ഏരിയ അല്ല കേട്ടോ. അപ്പൊ ഒരെണ്ണം നോക്കി എടുത്തോ. നല്ലത് ഏതാ? ഗോൾഡാ? നല്ല കുഞ്ഞില്ലേ. ഈ വാച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഉള്ളിൽ ആ റെഡ് ഇത് വന്നേക്കണത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ രസമുണ്ട് കാണാനായിട്ട്. എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ. അനന്ത് വേണം തീരുമാനിക്കാൻ ഇതെടുക്കാൻ. എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്തപ്പോൾ ഈ റെഡ് ഇത് വന്നേക്കണുണ്ടോ ബോട്ടം പോർഷൻ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു രസമുണ്ട് കാണാൻ. ഞാൻ വേഗം ഇവിടെ നിന്ന് പോട്ടെ കേട്ടാ. ഇത് ഇട്ടുണ്ടോന്ന ചെരുപ്പാണ്. ഇപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൊള്ളാല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. വെറുതെ ഒന്ന് ജാക്ക് ആൻഡ് ജോൺസിന്റെ വഴി പോയതാലേ എന്തോ. എന്താ അടുത്ത്
സ്ലിപ്പർ, നിയോൺ സ്ലിപ്പർ. കല്യാണത്തിന് ശേഷം 2 എണ്ണത്തിന് ഇന്നാട്ടോ കാണണേ. അപ്പുകുട്ടാ, അപ്പുകുട്ടനല്ലേ എന്താ വിളിക്കണ? അപ്പൂട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങള് കോൾ വിളിച്ചപ്പോ അപ്പൂട്ടാ പൊന്മുടി. അപ്പൂട്ട പൊന്മുടി തുറന്നിട്ടുണ്ടോ? അപ്പൂട്ടാ അപ്പൂട്ടാ. എന്തായാലും അപ്പൂട്ടിനെ അമ്മൂനെയും പിടിച്ചിട്ട് ഇവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇരുത്തിയേക്കണ കേട്ടോ. അനന്തുണ്ട്. അനന്തേ, അപ്പൂട്ടിനുണ്ട് ഫ്രണ്ടില്. നോക്ക് നോക്കി 2 എണ്ണങ്ങൾ വന്നേക്കണ. പിന്നെ നാശം കാണാൻ വേണ്ടി വന്നേന്ന്. റോബോട്ടിനെ പോലെ ഉണ്ട് നീ. മറ്റേ എടി തുറക്ക്. തുറക്ക് നീ. വലിച്ചു പറിച്ചങ്ങോട്ട് എടുത്തോടി. ഏയ് ബഹളം വെച്ചെന്നെ തുറന്നോ. എന്തായിരിക്കും ഗസ് പറഞ്ഞു. അടി അത്ര വലിയ ലിപ്സ്റ്റിക്, അത്ര വലിയ പാക്കറ്റില്. തുറക്ക്. നീ കൊറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം. കരയരുത് 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 കരയരുത്. അല്ലെന്താന്നറിയോ, ഞാൻ ആദ്യമായിട്ട് മൈക്കിൾ കോഴ്സിന്റെ ബാഗ് തൂക്കണ ശരുവിന്റെയാണ്. എനിക്ക് അതല്ലട, ഇവൻ ദുബായ് മാളിൽ പോയിട്ട് ഞങ്ങള് സകലമാന മൈക്കിൾ കോസ്റ്റിലും കേറി ചോദിച്ചിട്ടുണ്ട്. വെഡിങ് ഗിഫ്റ്റും ബർത്ത്ഡേ ഗിഫ്റ്റും എല്ലാം കൂടി മേടിച്ചു വെച്ച. അതെ, തുറക്കടാ. അന്ന് മേടിച്ച് ലേറ്റ് ആയിട്ടാ വന്നത്. തുറക്കടി, നോക്ക്. അത് തൂക്കൊണ്ട് നല്ല ശരീരം ഞാൻ ഫുള്ള് തൂക്കുന്ന ഓർമ്മ ഉണ്ടോ? ആ ഫോട്ടോ എനിക്കറിയാം. ചെയ്തോ? ന്യൂ ബാലൻസും കാസിയും കൊടുത്ത് മടുത്തുന്നു എല്ലാവർക്കും. അത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആ റെഡ് കണ്ടിട്ട് എന്തിയാ നിന്റെ കാസിയോടെ വാച്ച്? ഞാനിപ്പോ എന്റെ ആക്ടിവിറ്റി ട്രാക്ക് ചെയ്യുന്നോണ്ട് വൈപ്പറിനോട് പറഞ്ഞു, നീ കൊടുത്ത കാസിയെ വാച്ച് ഞാൻ അടിച്ചു മാറ്റി നിന്നെ എടുത്തോണ്ട് പോയി. നൈസടാ കണ്ടിട്ട്. സമയം എടുത്തിട്ട് വേണം. ഇപ്പൊ ഗംഗ കാണിച്ചു തന്നിട്ട് മേടിച്ച ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഇത്. നൈക്കയുടെ പുതിയ ലോഞ്ചാട്ടോ ഇത്. പ്ലേ എന്ന് പറഞ്ഞ ഷെയ്ഡാട്ടോ. ഇതൊരു ബ്രൗണിഷ് കളർ കണ്ടോ, ഗ്ലോസി ഫിനിഷ് ഉണ്ട് ചെറിയ. ഇഷ്ടപ്പെട്ടു. ഇനി
എനിക്ക് എന്തോ മേടിച്ചു തരാന്നും പറഞ്ഞ് കൊണ്ടുപോകും അല്ലെ. എന്താ മേടിച്ചു തരാൻ പോണേ? ബർക്കിൻസ്റ്റോക്കിന്റെ ഒരു ബർക്കിൻസ്റ്റോക്കിന്റെ ഒരു സ്ലൈഡ് കേട്ടോ. ഇപ്പൊ എന്റെ കാലിൽ കിടക്കണ സെയിം എനിക്കില്ലേ കല്യാണത്തിന്റെ അല്ലേ, ഇപ്പൊ എന്റെ കാലിൽ കിടക്കണ ഈ ഫുഡ് വെയർ എനിക്ക് അനന്ത് കല്യാണത്തിന്റെ സമയത്ത് മേടിച്ചു തന്നതാ. അപ്പൊ ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് വേണം എന്നൊരാഗ്രഹം കേട്ടോ. ബ്ലാക്കിൽ വന്നിട്ട് ബിഗ് ബക്കിൽ വേണം എന്നൊരാഗ്രഹം. നമുക്ക് അങ്ങനത്തെ ഒരെണ്ണം നോക്കാം. അങ്ങനെ അനന്തും എനിക്ക് എന്റെ രണ്ടാമത്തെ ബിഗ് ബക്കിൽ അല്ലെ ബർക്കിൻസ്റ്റോക്ക് എടുത്തു തന്നു. ഇപ്പൊ ഈ കാലിൽ കിടക്കണ അനന്ത് മേടിച്ചു തന്ന ഓർക്കണ്ടോ? കല്യാണ സമയത്ത് മേടിച്ചത്, കല്യാണ സമയത്ത് മേടിച്ചതാണ് എനിക്ക് ബ്രൗൺ ഇട്ടോ. എന്തൊക്കെയുണ്ട്, എന്തൊക്കെ വേണം അല്ലേ? ബ്ലാക്ക് വേണോന്നൊരു ആഗ്രഹം പറഞ്ഞു. ആ ബ്ലാക്ക് എനിക്ക് കുറച്ച് നാളെ വേണം തോന്നിയിട്ട്. ഞാൻ എത്ര നാളെ പറയാൻ മേടിച്ചു. അതെ, ഞാൻ എന്താ ഈ ബ്ലാക്ക് ബർക്കിൻസ്റ്റോക്കും കൂടി എടുക്കും. കാരണം ഇത് ഭയങ്കര ഭംഗിയുണ്ട് ഇതിട്ടിട്ട് കാണാനായിട്ട്. ഭംഗി ഓറഞ്ച്. ആ ശരിയാ, വീഡിയോയിൽ ഓറഞ്ച് നല്ല രസമുണ്ട്. ഇത് ഭയങ്കര ക്ലാസ് ലുക്ക്. ജാക്ലിൻ ജോൺസിന്റെ ഒരു ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഷൂസ് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട്, നല്ല ഭംഗിയുണ്ട്. അത് ഇത്ര ഇഷ്ടം നിയോൺ കളേഴ്സ്, നിയോൺ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടം അല്ലേ? നീല ഈ നിയോൺ പിന്നെ ഓറഞ്ച് ഓറഞ്ച് നല്ല ഭംഗിയുണ്ട്. ഓറഞ്ചും ഗ്രീനും കുറച്ചധികം നാളായിട്ട് ബ്ലാക്ക് വേണമെന്ന് വിചാരിച്ചിരിക്കണം. അങ്ങനെ ഞാൻ ബ്ലാക്ക് എടുത്തു. അനന്തൂടെ ഗിഫ്റ്റ്. അനന്ത് നെക്സ്റ്റ് ബാഗ് നോക്കാൻ വേണ്ടി പോകുക അല്ലേ? ബർത്ത്ഡേക്ക് കുറെ എന്താണ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് എന്റെ അമ്മയും അനന്തുവിന്റെ വീട്ടിൽ നിന്നൊക്കെ എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേ നല്ലൊരു സൂപ്പർ ട്രൈഡ് ബാഗ് നോക്കിക്കൊണ്ടിരിക്കണം. ട്രാവൽ ചെയ്യുമ്പോ കാണിച്ചേ. ശരി കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കൊള്ളാം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു ദിവസം വരുന്ന ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടാ? എത്ര തവണ പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ട് മൈക്കിൾ കോഴ്സിന്റെ ബാഗ് കാണാൻ തന്നെ നമ്മളെ ദുബായിൽ അന്വേഷിച്ച് നടന്നത് ഓരോരോ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ നോക്കി ആണല്ലേ. അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ല ഇത് സ്ലിങ്ങാ, ചെറിയ സ്ലിങ്ങാ, ഇട്ടാലും ഭംഗിയുണ്ടാവും. എനിക്ക് ഇവിടെ കണ്ടപ്പോ സന്തോഷമുള്ളൂ. ഇവിടെ ഇന്ന് മുഴുവൻ സിൽവറിലായിരുന്നു. ഇപ്പൊ എനിക്കൊരു സന്തോഷം. ഇവിടെ സിൽവർ മാറ്റി. ബാഗിന്റെ ഫുൾ സിൽവർ ഹാർഡ്വെയർ ആണ്. ചക്കര. അപ്പൊ കൂട്ട ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. സൂപ്പർ ഗിഫ്റ്റ്, സൂപ്പർ ഗിഫ്റ്റ് ആയിരുന്നാ? ചോദിച്ചൊക്കെ മേടിക്കാൻ. ഓ, നീ കയ്യിലിട്ടുണ്ടായിരുന്നാ? ആ, കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ അടിച്ചു പൊളിക്ക് രണ്ടുപേരും കൂടി. ലൈഫ് ഓക്കെ, പൊളിച്ച് ജീവിക്കും പിള്ളേരെ. നല്ലൊരു ദിവസമായിരുന്ന പൊന്നെ. നല്ല സൺഡേ അല്ലേ? കൊറേ നേരം നമ്മള് ഗംഗേനോട്ട് അപ്പരോട് സംസാരിച്ചിരുന്നല്ലേ? എന്തോരം നേരം. സ്റ്റാർബക്സിലായിരുന്നു അല്ലേ? നമ്മള് നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് നമ്മളെല്ലാരും കൂടി അല്ലേ? കാർത്തി വേഗം പോയി. അവൻ ഉറക്കക്ഷീണായിരുന്നു കേട്ടോ. അവനിപ്പൊ രാവിലെ എണീറ്റ് ഓടാൻ പോകണ്ട. അതുകൊണ്ട് ഞങ്ങക്ക് കാർത്തിനെ ഇപ്പൊ കിട്ടണില്ലല്ലേ? അവനിപ്പൊ ചില്ലായി അടിക്കാൻ കിട്ടണില്ല. കാരണം അവൻ നല്ല പക്കാ റൊട്ടീനില്ല. ഇപ്പൊ നേരത്തെ നൈറ്റ് പേഴ്സൺ ആയിരുന്നു. നമ്മളുടെ കൂടെ കറങ്ങി നടത്തൊക്കെ ആയിരുന്നു. പക്ഷെ ആളിപ്പോ നല്ല റുട്ടീനിൽ കൂടെ പോണ, നല്ല ഉറക്കം. അതെ, ഇറങ്ങാൻ പറ്റാറില്ല. അവനെ കിട്ടിയിട്ടില്ല. അതെ, എന്നിട്ട് അവൻ എഫേർട്ട് എടുത്ത് വന്നു ഇന്ന് കാണാനായിട്ട്. ഉറക്കപ്പിച്ചില വന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങള് നപ്പും ഗംഗയും ഞങ്ങള് 4 പേരും കൂടി സ്റ്റാർബക്സിൽ ഇരുന്ന് 4 കോഫിയെങ്കിലും കുടിച്ചിട്ടുണ്ടല്ലേ? അതെ, 2 മണിക്കൂറോളം ഞങ്ങൾ അത്രയും നേരം ഞങ്ങൾ ഇന്ന് സംസാരിക്കുമായിരുന്നു. അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സമയമായിരുന്നു അല്ലേ? എനിക്കും സന്തോഷമായിട്ടാ. കാരണം ഞാൻ ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് ഓർഡർ ചെയ്ത് വെച്ചിരുന്ന ആ ഗിഫ്റ്റ്. അപ്പൊ അതൊന്ന് കൊടുക്കണം എന്നുണ്ടായിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര ഹാപ്പി. അവള് ഹാപ്പി ആയി. അവളുടെ മുഖമൊക്കെ മാറണപ്പോ ഭയങ്കര സന്തോഷം. കണ്ണ് നിറഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക്. അപ്പൊ അതെനിക്ക് സന്തോഷം. എനിക്ക് എനിക്ക് മേടിക്കണേക്കാളും എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. എന്റെ ലവ് ലാംഗ്വേജിൽ ഒന്നാണ്. വേണം 1500 രൂപ വേണം. പക്ഷെ എനിക്കില്ലേ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എനിക്ക് ഞാൻ പൈസ നോക്കാണ്ട് കൊടുക്കും. കാരണം എനിക്ക് അവരുടെ സന്തോഷം അത് വലുത്. എനിക്ക് കുറെ അധ്വാനിക്കണം. എനിക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം. കുറെ കറങ്ങി നടക്കണതൊക്കെയാണ് എന്റെ ആഗ്രഹം. ഇവള് എത്രത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഇതായിട്ട് ചെലവാക്കുന്നു അത്രത്തോളം തിരിച്ചു കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഒന്നിട്ടാണോ ഈ പ്രാവശ്യം എന്റെ പൊന്നു കുറെ? അല്ല, എനിക്ക് അങ്ങനെയല്ല. എനിക്ക് മറ്റേ ലിമിറ്റ് ഞാൻ മറ്റേ ഓരോ ദിവസവും ഓരോ ആഡ് മറ്റേ ഇൻസ്റ്റയിൽ വരുമ്പോ ഇത് കൊള്ളാം. എന്നിട്ട് നോക്കിയണ്ട, ഇതൊക്കെ ആഡ് വന്നതാണ്. ഇതെല്ലാം
ഷൂസ് ഇതൊക്കെ ആഡ് വന്നിട്ട് എന്റെ കൊച്ചു മേടിച്ചേ. പിന്നെ ഇത് ഷസാം ബ്രോ ഗിഫ്റ്റ് ചെയ്തല്ലേ ഇത്? ഇതതെ, ഇത് ആഡ് വന്നിട്ട് മേടിച്ചതാ. എനിക്ക് സന്തോഷാട്ടോ, കാരണം എനിക്ക് ഈ ബ്രൗൺ ബർക്കിൻ സ്റ്റോക്ക് കുറെ നാളായിട്ട് എനിക്ക് ബ്ലാക്ക് വേണമെന്ന് ആഗ്രഹമായിരുന്നു. എനിക്ക് ഇത് എന്നാണ് അത് ഗിഫ്റ്റ് ചെയ്ത് ബ്ലാക്ക്. ഭയങ്കര സന്തോഷായി. ഇവൾക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഇവൾക്കൊന്നും എന്താ വേണ്ടത് അല്ല, എന്താണ് ഒക്കെ വേണ്ടതെന്ന് അറിയില്ല. അതെ, ഞങ്ങളിത് കുറെ പർച്ചേസും കാര്യങ്ങളും കഴിഞ്ഞു. അനന്തും അതെ ഷൂസും കാര്യങ്ങളൊക്കെ മേടിച്ചല്ലേ. എല്ലാം പച്ച, ഫോൺ കവറും പച്ച, എല്ലാം പച്ച. ഇതും അതെ, ഫുൾ ബ്ലാക്ക് ഇട്ടിട്ട് ഇതിരുന്നു അല്ലേ, നല്ല ഭംഗിയായിരിക്കും. പിന്നെ എന്താണ് വേറെന്താ നമ്മൾ മേടിച്ചത് മാത്രം മേടിച്ചുള്ളൂ അല്ലേ? ഇതും മാത്രം മേടിച്ചുള്ളൂ. അത് തന്നെ മതി, നല്ല വിലയായിട്ടുണ്ട് ഇത്. കാരണം ഈ ബിഗ് ബക്കലിന് നല്ല റേറ്റ് ആണ്. ഞങ്ങളുടെ വണ്ടി വന്നിട്ടാ എന്ത് ഭംഗിയാണ്, വീഡിയോ കൂടി നോക്കി നമ്മുടെ കാറ്. നമ്മള് തിരിച്ച് പോകുവാട്ടോ. അനന്തു പേയാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിക്കണ. ശരിക്കും പറഞ്ഞ റിമോട്ട് മലയങ്കീട് അല്ലേ, ഇത്തിരി റിമോട്ട് ആയിട്ടുള്ള ഏരിയ ആട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം ഊബർ നോക്കിയിട്ട് 19 മിനിറ്റ് കഴിഞ്ഞ് ഊബർ വന്നത്. നമ്മുടെ കൊച്ചിയിൽ എത്ര ഫ്രീ ആയിട്ടാ നമ്മള് നടക്കണേന്ന് അപ്പോഴാ മനസ്സിലാവണം. ഇവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ഒരു ഇത്തിരി ഉള്ളിലെ പ്രദേശങ്ങളിലേക്ക് ഊബർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എന്റെ കണ്ണിന്റെ ഇപ്പൊ ഏകദേശം കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിങ് ഒക്കെ ഫീലൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഈ കാറില്ലെന്തോ ഭയങ്കര ഇഷ്ടം എനിക്കിപ്പോ. എനിക്കറിയില്ല, എനിക്കിപ്പോ ഭയങ്കര കോസി ആയിട്ട് ഫീൽ ചെയ്യും ഈ കാറ്. അതിപ്പോ ഒരു കുഞ്ഞു സ്പേസ്, നമ്മൾ തമ്മിൽ അടുത്തിരിക്കണത്, അത് തന്നെ ഭയങ്കര ഇത്. XUV ആവുമ്പോ അവിടെ 1 മീറ്റർ അകലെ പോയിരിക്കണം. പിന്നെ വെർച്ചസ് ആണെങ്കിലും അതെ, ഇതിന്റെ നടുക്ക് കുറെ സംഭവങ്ങൾ വരണോണ്ട് 1 മീറ്റർ അകലെ. ഇത് ഭയങ്കര അടുത്തിരുന്ന് മുട്ടി ഇരിക്കണം. അതുകൊണ്ട് ഭയങ്കര ഫീൽ. എനിക്ക് ടച്ചാട്ടൊക്കെ ലവിലായിരുന്നു, അതുകൊണ്ട് ഭയങ്കര രസമുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ഏരിയ ചെയ്തുകൊണ്ട് നല്ല രസം ഇരിക്കാനായിട്ട്, ഭയങ്കര അടിപൊളിയാ. പിന്നെ ഇതിന്റെ ഈ ബ്ലാക്കും റെഡും കൂടിയുള്ള ഒരു ഇന്റീരിയറിന്റെ വൈബും ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഇപ്പൊ ഞങ്ങള് തിരിച്ച് അനന്തുവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാ. അവർക്ക് സീരിയലിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കണ അപ്പാർട്ട്മെന്റ് ആട്ടോ. അവര് പ്രൊഡക്ഷൻകാര് അറേഞ്ച് ചെയ്യണം അല്ലേ അപ്പാർട്ട്മെന്റ്. അങ്ങോട്ട് തിരിച്ചു പോവാ. ഞങ്ങൾ നാളെ 22-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ പോകും അല്ലേ. തിരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ, നല്ലൊരു വൈബുള്ള വീഡിയോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, എല്ലാവരുടെയും സന്തോഷം കണ്ടു. അതെ, എപ്പോഴും ആ ഒരു ബോണ്ടും കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും നിലനിൽക്കട്ടെ എന്നാണ് ആഗ്രഹം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.